ചേലക്കര അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചേലക്കരയിൽ ഇതുവരെ 629 വരെയുള്ള കണക്കനുസരിച്ച് 72.22. ഇനി 1% കൂടി വേണമെങ്കിൽ ഒരു സിംഗം മുമ്പോട്ടുണ്ടാവാം. 73 താഴെയാണ്. അങ്ങനെ വന്നാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3.5% കുറവാണ്. അതായത് വലിയ തീവാറുന്ന പോരാട്ടം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അല്ല, ആ രീതിയിൽ തന്നെയാണ് അവിടെ പോരാട്ടം നടന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും 4% കുറവ്, 3% കുറവ് പോളിംഗിൽ വരുന്നു എന്ന് പറഞ്ഞാൽ അത് രമ്യ ഹരിദാസിനെയാണ് ബാധിക്കാൻ. ആരുടെ വോട്ടാണ് പോൾ ചെയ്യപ്പെടാതിരുന്നത് എന്നുള്ളത് ഒരു ഫാക്ടറായിട്ട് വരും, ഉറപ്പായിട്ടും വരും. നമ്മൾ ഈ പ്രതികരണങ്ങളൊക്കെ കാണുമ്പോൾ ആ മണ്ഡലത്തിന്റെ ഇടതു സ്വഭാവം വളരെ വ്യക്തമാണ്. ആ ഇടതു കോട്ടയെ 28 വർഷത്തിനു ശേഷം പൊളിക്കാൻ കോൺഗ്രസിന് കഴിയുമോ എന്നതാണ് ചോദ്യം. കെ ബാലകൃഷ്ണൻ ആ മണ്ഡലം UDFന്റെ കുത്തകയായിട്ട് നടന്നിരുന്ന മണ്ഡലമാണ്. അതെ, ആ കെ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്ന ഒരു ജനസമിതി മന്ത്രിയുമായിരുന്നു. അവിടെ മന്ത്രിയുമായിരുന്നു. അപ്പോൾ ആ കെ ബാലകൃഷ്ണനുള്ള ഒരു രാഷ്ട്രീയ സ്വാധീനമോ രാഷ്ട്രീയ ഒരു അടുപ്പമോ ആ മണ്ഡലവുമായിട്ട് രമ്യ ഹരിദാസിന് ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. മാത്രമല്ല MP എന്ന നിലയിൽ രമ്യ ഹരിദാസ് ആ മണ്ഡലത്തെ കാര്യമായി പരിപാലിച്ചിട്ടുമില്ല. കാര്യം രമ്യ ഹരിദാസ് അങ്ങനെ വിചാരിക്കുന്നില്ല ചേലക്കര മണ്ഡലത്തിൽ താൻ നിയമസഭാ സ്ഥാനാർത്ഥിയായി വരും എന്നൊരു സാഹചര്യം രമ്യ ഹരിദാസ് സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാവില്ല. എന്നാൽ അതേസമയം പ്രദീപ് നാട്ടുകാരനാണ്. ദേശമംഗലത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമായിരുന്നയാളാണ്. ഒരു പ്രാവശ്യം ജയിച്ചയാളാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹം സുപരിചിതനാണ്. കഴിഞ്ഞ തവണ രാധാകൃഷ്ണൻ ഏറ്റവും കുറച്ച് ഭൂരിപക്ഷം കൊടുത്ത് ദേശമംഗലമാണെങ്കിലും ഇത്തവണ നല്ല പോളിംഗ് ദേശമംഗലത്തും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വേണമെങ്കിൽ പട്ടികജാതി വർഗത്തിൽ നിന്നുള്ള ഒരാളെന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് മന്ത്രിയാകാനുള്ള സാധ്യതയുമുണ്ട് കേട്ടോ. കളയാൻ പറ്റില്ല, അത്തരം സാധ്യതകളുണ്ട്. അതൊക്കെ അവസാന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന് ഒരു സ്ട്രാറ്റജിക്കലായ പിഴവ് ലാസ്റ്റ് മിനിറ്റിൽ സംഭവിച്ചു അവിടെ. അതായത് ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്നൊരു മന്ത്രി ഇല്ല എന്ന് പറഞ്ഞ ഒരു പ്രചരണം എനിക്ക് തോന്നുന്നു മാത്യു കൊള്ളനാടനാണ് ഏറ്റെടുത്തു. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് അവിടെ ഒരു ചർച്ച വരികയും ഇനി പ്രദീപ് വിജയിച്ചാൽ വേണമെങ്കിൽ ഒരു മന്ത്രിയാകാം എന്നുള്ള സാധ്യത അവസാനം അവിടെ നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ വരുന്നുണ്ട്. കാരണം OR കുളുവിനെ മാറ്റി വേണമെങ്കിൽ കെ രാധാകൃഷ്ണൻ ഒരുമിച്ച് നിർത്തുകയും ചെയ്യാം. കാരണം വെച്ചാൽ AP അനിൽകുമാറും ജയലക്ഷ്മിയും അങ്ങനെ ഉണ്ടായിരുന്നല്ലോ. പക്ഷേ അന്ന് വനിതാ മന്ത്രിമാർ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു.